വെൽക്കം ടു ടുഡേ സെഷൻ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് MCS 062 ഇൻട്രൊഡക്ഷൻ ടു ഡേറ്റ സയൻസ് എന്ന് പറഞ്ഞ പേപ്പറിലെ ബ്ലോക്ക് 1ലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഇൻട്രൊഡക്ഷൻ ടു ഡേറ്റ സയൻസ് ഫസ്റ്റ് യൂണിറ്റ് എന്താണ്? ഇൻട്രൊഡക്ഷൻ ടു ഡേറ്റ സയൻസ് ആൻഡ് ദ കോർ പ്രോസസ്സ്. എന്താണ് ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. ഡേറ്റ സയൻസ് എന്താണെന്നും ഡേറ്റ സയൻസിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, കീവേഡ്സ്, കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്, പക്ഷെ ഒറ്റ സ്ട്രെച്ചിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിരിക്കും. സോ നമ്മൾ പാർട്ടായിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പൊ ഇന്നത്തെ ഈ ഒരു പാർട്ടിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്യണമെന്ന് നോക്കാം. ലേണിംഗ് ഔട്ട്കംസ് നോക്കിയാൽ മതി. ഡെഫിനിഷൻ ആൻഡ് നീഡ്. എന്താണ് ഡേറ്റ സയൻസ്? ഡേറ്റ സയൻസിന് ഒരു പ്രോപ്പർ ഡെഫിനിഷൻ ഉണ്ടായിരിക്കും അല്ലെ. ഡാറ്റ സയൻസിന്റെ ആവശ്യങ്ങൾ എന്താണ്? നീഡ് ഓഫ് ഡേറ്റ സയൻസ്. അണ്ടർസ്റ്റാൻഡ് ദ ഡെഫിനിഷൻ ആൻഡ് നീഡ് ഫോർ ഡേറ്റ സയൻസ്. അടുത്തത് ഫങ്ഷണൽ ബ്ലോക്സ് ആണ്. ഡാറ്റ സയൻസിലുള്ള മേജർ ആയിട്ട് കിടക്കുന്ന ഫങ്ഷണൽ ബ്ലോക്സ് എന്തൊക്കെയാണെന്ന് ഡേറ്റ സയൻസിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഐഡന്റിഫൈ ദ ഫങ്ഷണൽ ബ്ലോക്സ് ഓഫ് ഡേറ്റ സയൻസ്. കോർ പ്രോസസ്സസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡേറ്റ സയൻസിന്റെ ലൈഫ് സൈക്കിൾ അല്ലെ, ഒരു കുറച്ച് സ്റ്റെപ്സ്, അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ 6 സ്റ്റെപ്സ് വരുന്നുണ്ട്. ആ ഒരു ലൈഫ് സൈക്കിൾ എന്താണെന്ന് നമുക്ക് പറയണം. ദെൻ ഡേറ്റ നോർമലൈസേഷൻ. ഡേറ്റ നോർമലൈസേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഡേറ്റയിൽ ചില സമയം എന്താണ് ലാർജർ ആയിട്ട് കിടക്കുന്ന വാല്യൂസും ഉണ്ടായിരിക്കും, സ്മോളർ ആയിട്ട് കിടക്കുന്ന വാല്യൂസും ഉണ്ടായിരിക്കും. രണ്ടും തമ്മിൽ എന്താണ് ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഏജും ഇൻകവും എടുക്കുക. ഏജ് കൂടി വന്നാൽ ഒരു 100 വരെ കാണത്തുള്ളൂ അല്ലെ. എന്നാൽ ഇൻകം അങ്ങനെയാണോ? ഇൻകം അങ്ങനെയല്ല, 2 ലക്ഷം 3 ലക്ഷം വരെയൊക്കെ പോകും. അപ്പൊ രണ്ടും തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് ആണ്. അങ്ങനെയുള്ള ഡിഫറൻസ് നമുക്ക് അലൗഡ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നോർമലൈസ് ചെയ്യും. രണ്ടിനെയും ഒരു പെർട്ടിക്കുലർ കുഞ്ഞു വാല്യൂയിലോട്ടേക്ക് മാറ്റിയിട്ട് യൂഷ്വലി 0 to 1 ബിറ്റ്വീൻ ആയിട്ടായിരിക്കും നമ്മൾ നോർമലൈസ് ചെയ്യും. ആ ഒരു പ്രോസസ് ഡേറ്റ നോർമലൈസേഷനും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പറയണം. പിന്നെന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ഡേറ്റ സയൻസ്. ഡേറ്റ സയൻസിന്റെ ഡെഫിനിഷൻ, ദെൻ അതിന്റെ നീഡ്, ദെൻ ഡേറ്റ സയൻസിന്റെ ഫങ്ഷണൽ ബ്ലോക്സ് കുറച്ചുകൂടി ഇൻഡെപ്തിൽ മനസ്സിലാക്കുകയാണ്. ദെൻ എന്താണ് ഡേറ്റ സയൻസ് പ്രോസസ്, ആ ലൈഫ് സൈക്കിളും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷനിലോട്ടേക്ക് പോവുകയാണെങ്കിൽ വി കാൺട്ട് എസ്കേപ്പ് ഡേറ്റ. When data is acquired and utilized effectively, it enhances ബിസിനസ് പ്രോസ്പെക്ട്സ്. കറക്റ്റ് അല്ലേ? ഡേറ്റ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അല്ലെ. ഇപ്പൊ നമ്മളൊരു ബിസിനസ് കൊണ്ട് നടക്കുന്ന ബിസിനസ് മാൻ ആണെന്ന് വിചാരിക്കാം. ഒബ്വിയസ്ലി നമുക്ക് ഡേറ്റ നീഡഡ് ആണ്. ബിക്കോസ് എന്താണ്, നമ്മുടെ പാസ്റ്റ്, അതായത് കഴിഞ്ഞ വർഷത്തെ സെയിൽസും നമ്മുടെ ഈ വർഷത്തെ സെയിൽസും തമ്മിൽ നമുക്ക് കമ്പാരിസൺ നടത്തണം. അതിനെന്താണ്, കഴിഞ്ഞ വർഷത്തെ ഡേറ്റ വേണം, അതോടൊപ്പം നമ്മുടെ ലൈവായിട്ടുള്ള ഡേറ്റ വേണം അല്ലെ. അവിടെ ഡേറ്റ എന്താണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. സെയിൽസ് വിട്ട് നമ്മുടെ ഒരു സ്കൂളോ യൂണിവേഴ്സിറ്റിയോ എടുക്കുക, അതിൻ്റെയൊക്കെ പ്രോപ്പർ വർക്കിംഗ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും? സ്റ്റുഡൻറ്റിന്റെ ഡീറ്റെയിൽസ്, ടീച്ചേഴ്സിന്റെ ഡീറ്റെയിൽസ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അല്ലെ. അതൊക്കെ എന്താണ് ആക്ച്വലി ഡേറ്റയാണ്. സോ ഡേറ്റ ഇല്ലാതെ നമുക്ക് എന്താണ് ഒരു ജീവിതം ഇല്ല എന്ന് പറയുന്നതായിരിക്കും ബെറ്റർ. എന്തിനും അടിസ്ഥാനം കുറെ ഡാറ്റയാണ് അല്ലെ. ഹെൽത്ത് കെയർ, പ്രഡിക്റ്റിംഗ് റിസ്ക് റിഡക്ഷൻസ് ഫോർ കാർഡിയോവസ്കുലാർ ഇവന്റ്സ്. എന്താ പറയുന്നത്, നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പ്രെഡിക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഒരു പേഷ്യന്റിന്റെ പാസ്റ്റ് ഹിസ്റ്ററി വേണം അല്ലെ. ലൈക്ക് എന്താണ് ഏജ്, ബ്ലഡ് പ്രഷർ, ഷുഗർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് നീഡഡ് ആണ്. ഇയാൾക്ക് ഫ്യൂച്ചറിൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗം വരാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടിക്കല് അല്ലെ. അപ്പൊ അവിടെ ആ കിട്ടുന്ന സാധനങ്ങളൊക്കെ എന്താണ് ആക്ച്വലി ഡേറ്റയാണ് അല്ലെ. ഇനി മാർക്കറ്റിംഗിലോട്ടേക്ക് പോവാണെങ്കിൽ പേഴ്സണലൈസ്ഡ് ആഡ്സ് ചേഞ്ചിങ് ദ വേ വി ബൈ പ്രോഡക്ട്സ്. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒക്കെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് നമുക്ക് വേണ്ട സാധനങ്ങളുടെ പേരൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെ. അതൊക്കെ ഒരു സ്ഥലത്ത് എന്താണ് പോട്ട് സ്റ്റോർ ആവുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈ കുക്കീസ് എന്ന് പറയുന്നില്ലേ, നമ്മൾ എന്ത് വെബ്സൈറ്റ് സെർച്ച് ചെയ്താലും നമ്മൾ എന്ത് പ്രോഡക്റ്റ് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ആഡ് കാര്യങ്ങൾ വരുന്നില്ലേ. ആക്ച്വലി കുക്കീസ് എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടിയാണ്. നമ്മുടെ ഒരു പ്രൈവസിയിൽ കയറി തലയിടുന്നതാണ് അല്ലെ. പക്ഷെ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് സാധനങ്ങൾ. അവിടെ എന്താണ് നമ്മുടെ ഇൻഫോർമേഷൻസ്, നമ്മുടെ ഇൻട്രസ്റ്റ് കളക്ട് ചെയ്തുകൊണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളെ നമുക്ക് റെക്കമെൻഡ് ചെയ്ത് തരുന്നു. അപ്പൊ നമ്മൾ വാങ്ങാനുള്ള ചാൻസ് എന്തായിരിക്കും
കൂടുതലായിരിക്കും അല്ലെ. അവിടെയും ഡേറ്റയാണ്. ഇനി ഓട്ടോമൊബൈൽസിലോട്ടേക്ക് വരികയാണെങ്കിൽ സെൻസേഴ്സ് നോട്ടിഫൈങ് യൂസേഴ്സ് ഓഫ് ഇമ്മിനന്റ് ഫോൾട്സ്, അതായത് നമ്മുടെ ഓട്ടോമാറ്റിക് കാറൊക്കെ ഇല്ലേ ഫുള്ള് സെൻസർ വെച്ചിട്ടായിരിക്കും അല്ലെ. അതെന്താണ്, ഓരോ മൂവ്മെന്റും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, ക്യാപ്ചർ ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഒരു ആക്സിഡന്റോ അങ്ങനെ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന് വേണ്ട ആ രീതികൾ എന്താണ് കാര്യങ്ങൾ ചെയ്യും അല്ലെ. ആ കാർ ഓട്ടോമാറ്റിക് കാറൊക്കെ അങ്ങനെയല്ലേ, പെട്ടെന്ന് ആക്സിഡന്റ് ഒക്കെ വരുമ്പോൾ സഡൻ ആയിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. സെൻസേഴ്സ് എന്താ ചെയ്യുന്നത്, ഡേറ്റ ക്യാപ്ചർ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ഇനി എന്താണ് അടുത്തത്, സെക്യൂരിറ്റി ആണ്. വീഡിയോ അനലിറ്റിക്സ് ആക്റ്റീവ്ലി റെസ്പോണ്ടിങ് ടു ത്രെഡ്സ്. നമ്മുടെ പഴയ CCTV കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് എന്താണ്, ഇമേജസ് വീഡിയോസ് ഒക്കെ ക്യാപ്ചർ ചെയ്യുക മാത്രമാണ് അല്ലേ ചെയ്യുന്നത്. എന്നാൽ മോഡേൺ ആയിട്ടുള്ള ഈ ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ അത് ജസ്റ്റ് ക്യാപ്ചർ മാത്രമല്ല ചെയ്യുന്നത്. ക്യാപ്ചർ ചെയ്ത് അതിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഭീഷണി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിനനുസരിച്ചിട്ടുള്ള അലാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മോഡേൺ സിസ്റ്റത്തിന്റെ വളർച്ചയാണ് അവിടെ കാണിക്കുന്നത് അല്ലെ. നമ്മുടെ പഴയ CCTV ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് എന്താണ്, വീഡിയോസ് ഇമേജസ് ക്യാപ്ചർ ചെയ്യുക മാത്രമാണ്. ഇപ്പോഴത്തെ സിസ്റ്റം നമുക്ക് അലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ വരുന്ന കേസിൽ. അവിടെയും ആക്ച്വലി ഡേറ്റയാണ്, പ്രീവിയസിലുള്ള ഓരോ ഡാറ്റ കൊടുത്ത് മെഷീനിനെ ലേൺ ചെയ്തെടുപ്പിച്ചിട്ടാണ് പ്രഡിക്ഷനിലോട്ടേക്ക് സിസ്റ്റം എത്തുന്നത്. ഇനി അണ്ടർസ്റ്റാൻഡിങ് ഡേറ്റ സയൻസ് ആണ് പറഞ്ഞത്. ഡേറ്റ സയൻസ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ടൂൾസ്, മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഇൻക്ലൂഡിംഗ് പ്രോഗ്രാമിംഗ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മെഷീൻ ലേണിംഗ് ആൻഡ് അൽഗരിതംസ് ടു ഇന്റഗ്രേറ്റ് ആൻഡ് അനലൈസ് എക്സ്റ്റെൻസീവ് ഡേറ്റാബേസ് ഫോർ ദ പേർപ്പസ് ഓഫ് ഡിറൈവിംഗ് ഇൻസൈറ്റ്സ്. ഇത് വലിയൊരു ഡെഫിനിഷൻ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. എന്താ അത് മീൻ ചെയ്യുന്നത്, എക്സ്ട്രാക്ടിങ് മീനിങ് ഫുൾ ഇൻസൈറ്റ്സ് ഫ്രം ദ ഡേറ്റ തന്നെയാണ്. റോ ഡാറ്റയിൽ നിന്ന് മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് എന്താണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. പാറ്റേൺസ്, അസോസിയേഷൻസ് ഒക്കെ എന്താണ് ഐഡന്റിഫൈ ചെയ്യുന്നു. അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രോഗ്രാമിംഗ് ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ്, നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേംസ് ലൈക്ക് മീൻ, മീഡിയൻ, മോഡ്, പറഞ്ഞ സാധനങ്ങളൊക്കെ അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെഷീൻ ലേണിംഗ് അൽഗരിതംസ്, നമ്മൾ എന്താണ് പുതിയ അൽഗരിതംസ് മെഷീനിന് കൊടുത്ത് ലേൺ ചെയ്തെടുപ്പിക്കുന്നുണ്ട് സിസ്റ്റത്തിന്. ഇതൊക്കെ ആക്ച്വലി എന്താണ്, നമുക്ക് ആ തന്നിട്ടുള്ള ഡേറ്റയിൽ നിന്ന് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പൊ ബൈ സിംപ്ലി നമുക്ക് എന്ത് പറയാം, ഡാറ്റ സയൻസ് ഇസ് ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ടിങ് മീനിങ് ഫുൾ ഇൻസൈറ്റ്സ് ഫ്രം ദി ഡേറ്റ. റോ ഡേറ്റയിൽ നിന്ന് മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് കളക്ട് ചെയ്യുന്നു. അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രോഗ്രാമിംഗ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മെഷീൻ ലേണിംഗ് അൽഗരിതം എന്നൊക്കെ പറയുന്നത്. ഇനി ഫങ്ഷണൽ ബ്ലോക്ക് ഓഫ് ഡേറ്റ സയൻസിനാണ് പറയുന്നത്. ഡേറ്റ ഉണ്ടായിരിക്കും. പ്രൈമറിലി എന്താണ്, ഡേറ്റ ആവശ്യമാണ് അല്ലെ. ആ ഡേറ്റയുടെ മേലെയാണ് നമ്മളെല്ലാം ബിൽഡ് ചെയ്തെടുക്കുന്നത്. പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ്, മെഷീൻ ലേണിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. ബിക്കോസ് കിട്ടിയ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം, മെഷീനിൽ കൊടുത്ത് ലേൺ ചെയ്തെടുപ്പിക്കണം അല്ലെ. എന്നാലേ ഫൈനലി അതൊരു പ്രഡിക്ഷൻ ലെവലിലോട്ടേക്ക് എത്തുന്നുള്ളൂ. അടുത്ത ഡൊമൈൻ നോളജ്. എന്തായിരുന്നു ഡൊമൈൻ നോളജ്, നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന ഡേറ്റ ഏത് ഡൊമൈനിലോട്ടേക്ക് പോകേണ്ടതാണ്. ലൈക്ക് ഹെൽത്ത് കെയർ ആണോ, സെയിൽസ് ആണോ, അല്ലെ സ്റ്റുഡന്റ് റിലേറ്റഡ് ഇൻഫോർമേഷൻ ആണോ, ഏതിന് വേണ്ടതാണെന്നുള്ള ആ ഒരു നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇത് മൂന്നും ചേർന്ന് കഴിഞ്ഞാൽ ആക്ച്വലി എന്തായി, ഡേറ്റ സയൻസ് ആയത്. പിന്നെ അതെന്താണ്, നേരെ ആക്ഷനബിൾ ഇൻസൈറ്റ്സ്. നമുക്ക് ആവശ്യമുള്ള ഡാറ്റ സയൻസ് വെച്ചാൽ നിന്ന് ആവശ്യമുള്ള ഇതിൽ നിന്ന് എന്താണ് ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്തെടുത്തു. ഈ പറഞ്ഞ സാധനങ്ങൾ ചേർന്നാൽ അത് ഡാറ്റ സയൻസ് ആയി. അത് ഡേറ്റയിൽ അപ്ലൈ ചെയ്താൽ എന്താണ്, അതിൽ നിന്നും മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടി. ഇതാണ് നമ്മുടെ ഡേറ്റ സയൻസിന്റെ ഫങ്ഷണൽ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദ ഫങ്ഷണൽ ബ്ലോക്സ് ഓഫ് ഡേറ്റ സയൻസ്? ഒന്നുകൂടി ക്യുക്കായിട്ട് പറയാണ്. ഡേറ്റ വേണം, അതിന്റെ കൂടെ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് വേണം, മെഷീൻ ലേണിംഗ് വേണം, കമ്പ്യൂട്ടർ സയൻസ് വേണം, അതിന്റെ കൂടെ എസ്പെഷ്യലി വേണ്ടതാണ് ഡൊമൈൻ നോളജ്. എവിടുന്ന് കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ് അല്ലെ, എവിടത്തോട്ടേക്ക് പോവേണ്ട ഡേറ്റയാണ്, ആ ഒരു നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇതൊക്കെ ചേർന്നാൽ എന്തായി, ഡേറ്റ സയൻസ്. ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡേറ്റ സയൻസ് എന്നാണ് പറയാം. നമുക്ക് അതിൽ നിന്ന് എന്താണ് ആവശ്യമായിട്ടുള്ള ഇൻസൈറ്റ്സിനെ കളക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അടുത്തത് ഡേറ്റ സയൻസിന്റെ പ്രോസസ് ആണ് പറയുന്നത്. അതായത് ലൈഫ് സൈക്കിൾ, ഒരു ഡേറ്റ സയൻസ് എന്താണ് ആ ഒരു പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത്. ഫസ്റ്റ് തന്നെ എന്താണ്, ഗോൾ ഐഡന്റിഫിക്കേഷൻ. അതായത് എന്താണ് പ്രോബ്ലം, നമുക്ക് എന്താണ് നമ്മുടെ കൈ തന്നിട്ടുള്ള പ്രോബ്ലം, നമുക്ക് എങ്ങനെ അത് സോൾവ് ചെയ്യാം, ആ ഒരു ധാരണ നമുക്ക് ഫസ്റ്റ് ഉണ്ടായിരിക്കണം.
അപ്പൊ ഗോൾ ഐഡന്റിഫിക്കേഷൻ നമുക്ക് എന്ത് പറയാം? വാട്ട് നീഡ്സ് ടു ബി ഡൺ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, പിന്നെ എന്തിനാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സെയിൽസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് സെയിൽസിലുള്ള ഫ്യൂച്ചർ ആയിരിക്കും പ്രഡിക്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കാം. എന്തിനാ നമ്മളത് ചെയ്യുന്നത്? സെയിൽസ് ഗ്രോ ചെയ്യാൻ വേണ്ടി, അല്ലെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് ഈ ഗോൾ ഐഡന്റിഫിക്കേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഡേറ്റ കളക്ഷൻ? നമുക്ക് ഗോളൊക്കെ മനസ്സിലായേ, ഇന്നേതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം എന്ത് വേണം? നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യണ്ടേ? ആ ഡേറ്റയുടെ മുകളിലല്ലേ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. സോ ഡേറ്റയുടെ സോഴ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഹെൽത്ത് കെയർ ആണോ, അതായത് നമ്മൾ വെബ്സൈറ്റിൽ നിന്നാണോ കളക്ട് ചെയ്യേണ്ടത്, അല്ലെ ഡേറ്റാ ബേസിൽ നിന്നാണോ കളക്ട് ചെയ്യേണ്ടത്, CSV ഫയൽ ആണോ, JSON ആണോ, എന്താണെന്നുള്ള ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കണം. ഡാറ്റ സോഴ്സ്, അങ്ങനെ ആ സോഴ്സിൽ നിന്ന് ഡേറ്റ നമ്മൾ കളക്ട് ചെയ്തു. അങ്ങനെ ഇപ്പൊ നമ്മുടെ കയ്യിൽ റോ ഡേറ്റ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? ഡേറ്റ പ്രിപ്പറേഷൻ ആണ്. ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് അതുമേൽ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റൂല. ബിക്കോസ് അങ്ങനെ കളക്ട് ചെയ്യുന്ന ഡേറ്റ എന്ന് പറഞ്ഞാൽ മെസ്സി ആയിട്ടായിരിക്കും. അതിൽ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടാവും, ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടായിരിക്കും, എറർ ഉണ്ടായിരിക്കും, അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്ലീൻ ചെയ്യണം, അല്ലെ? ഡേറ്റയെ പ്രിപ്പയർ ചെയ്യണം. ലൈക്ക് എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ്സ് അവോയ്ഡ് ചെയ്യണം. അതിന്റെ കൂടെ എന്താണ്? മിസ്സിംഗ് വാല്യൂസ്, ഏതെങ്കിലും തരത്തിലുള്ള മിസ്സിംഗ് വാല്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഏജ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മീന് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെ? ഏജിന്റെ മീന് വെച്ചിട്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ എറർ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. അങ്ങനെ ഡേറ്റ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. ദെൻ അങ്ങനെ കിട്ടിയ ഡേറ്റയെ നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യണം. അതിനെ പറ്റിയിട്ട് ഇൻഡെപ്ത് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ് എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ്. അങ്ങനെ ഡേറ്റയെ പറ്റി ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ബിൽഡ് മോഡൽസ് ആണ്. നമ്മുടെ ഡേറ്റയെ ട്രെയിൻ ചെയ്തെടുപ്പിക്കാൻ വേണ്ടി നമുക്ക് ഏത് മോഡൽ യൂസ് ചെയ്യാം, അതാണ് ഇവിടെ പറയുന്നത്. നമുക്കിങ്ങനെ കാറ്റഗറി ആക്കുക വേണമെങ്കിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ആണ് യൂസ് ചെയ്യുക. ഇനി അതല്ല ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വാല്യൂ പ്രഡിക്ഷൻ ആണെങ്കിൽ നമ്മൾ റിഗ്രഷൻ എന്ന് പറഞ്ഞ ടെക്നിക്കായിരിക്കും യൂസ് ചെയ്യുക. ഫ്യൂച്ചറിൽ പഠിക്കും നിങ്ങൾ എന്താണെന്നുള്ളത്. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കുക. ആ ഡേറ്റയെ പറ്റി നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതിനെ ട്രെയിൻ ചെയ്തെടുപ്പിക്കാൻ വേണ്ട മോഡലിനെ നമ്മൾ എന്ത് ചെയ്യും? ബിൽഡ് ചെയ്തെടുക്കും. അങ്ങനെ മോഡൽ വൺസ് ബിൽഡ് ആയി കഴിഞ്ഞാൽ ആ മോഡൽ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണോ പ്രഡിക്റ്റ് ചെയ്യുന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്യണ്ടേ. അതിനു വേണ്ടി നമുക്ക് കിട്ടിയ ഡേറ്റയെ നമ്മൾ ഫസ്റ്റ് തന്നെ എന്താണ്? ട്രെയിനിങ്ങിനും ടെസ്റ്റിങ്ങിനും വേണ്ടി സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ഡേറ്റ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 70% നമ്മൾ ട്രെയിനിങ്ങിന് കൊടുക്കും ഡേറ്റ, 30% നമ്മൾ ടെസ്റ്റിങ്ങിന് കൊടുക്കും. ഒരു മോഡൽ ബിൽഡ് ചെയ്തു, ആ 70% ഡേറ്റയിൽ നിന്ന് മോഡലിനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുപ്പിച്ചു. ഏകദേശം മോഡൽ കറക്റ്റ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്യും. അങ്ങനെയല്ലേ നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്താൽ തന്നെ അതിനെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമല്ലേ നമ്മൾ ക്ലയന്റിന് കൊടുക്കുന്നുള്ളൂ. അതേപോലെ നമ്മൾ എന്ത് ചെയ്യും? ആ മോഡൽ ആക്യുറേറ്റ് ആണോ നോക്കാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യും. ബാക്കി 30% ഡാറ്റയെ വെച്ച് ടെസ്റ്റ് ചെയ്യും. അങ്ങനെ മോഡൽ കറക്റ്റ് ആണെന്ന് തോന്നിയാൽ പിന്നെന്താണ്? മോഡൽ ഡിപ്ലോയ്മെന്റ് ആൻഡ് പ്രസന്റേഷൻ ആണ്. ആ മോഡലിനെ ഡിപ്ലോയ് ചെയ്തു, ദെൻ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ചാർട്ടോ കാര്യങ്ങളോ എന്ത് ചെയ്യും? ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. ഇതാണ് നമ്മുടെ ഡേറ്റ സയൻസിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി അതിലുള്ള ഗോൾ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, അല്ലെ? വാട്ട് നീഡ്സ് ടു ബി ഡൺ, എന്താണ് ചെയ്യേണ്ടത്, എന്തിനാണ് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യം എന്തായിരിക്കണം? മസ്റ്റ് ആയിരിക്കണം. നമ്മളൊരു പ്രോബ്ലം തുടങ്ങുന്നതിന് മുന്നേ ഇത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അണ്ടർസ്റ്റാൻഡ് ദ ബിസിനസ് പ്രോബ്ലം ആൻഡ് ഡിറ്റർമൈൻസ് ദ ഒബ്ജക്റ്റീവ്, വാട്ട് ആൻഡ് വൈ. എന്തിനാണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യേണ്ടത്, ഇക്കാര്യം നമ്മൾ അറിഞ്ഞിരിക്കാം. അടുത്തത് എന്താണ്? അതിൽ വരുന്നതാണ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡെലിവറബിൾസ് ഉണ്ട്, ടൈം ലൈൻ ഉണ്ട്, റിസോഴ്സസ് ഉണ്ട്, മെഷർ ഓഫ് സക്സസ് ഉണ്ട്. ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡെലിവറബിൾസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗോൾ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയം തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിൽ അവിടെ സെറ്റ് ചെയ്ത് വെക്കും. ഞാനൊരു 3 യൂണിറ്റ് ഇന്ന് ഇപ്പൊ തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അത് നമ്മുടെ ഗോളാണ്, അല്ലെ? അതിനെയാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ഡെലിവറബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഇപ്പൊ 3 യൂണിറ്റ് നിങ്ങൾ വേണമെങ്കിൽ എന്താണ് 2 യൂണിറ്റേ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഡെലിവറബിൾ എന്ന് പറയുന്നത് 2 യൂണിറ്റ് ആയിരിക്കും.
ഒബ്ജക്റ്റീവ് ആക്ച്വലി 3 കംപ്ലീറ്റ് ചെയ്യണം എന്നാണ്, ബട്ട് ഡെലിവർ ആയത് എന്താണ് 2 യൂണിറ്റ് ആണ്. അത് നമ്മുടെ ഡേറ്റാ സയൻസുമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫ്രോഡിനെ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ ഡെലിവറബിൾ എന്താണ്, ഫ്രോഡ് ഡിറ്റക്ഷൻ മോഡലും നമ്മൾ ക്രിയേറ്റ് ചെയ്യും, അതിന്റെ കൂടെ അത് ഡിറ്റക്ട് ചെയ്യുന്ന ഒരു റിപ്പോർട്ടും നമ്മൾ എന്താണ് ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി ടൈം ലൈനിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ സ്റ്റെപ്പും എത്ര ടൈം എടുത്ത് കംപ്ലീറ്റ് ചെയ്യും, നമ്മൾ ആ പ്രൊജക്റ്റിന് ഒരു ടൈം, ഒരു ഡെഡ് ലൈൻ എന്താണ് ഷെഡ്യൂൾ ചെയ്യുന്നുണ്ടായിരിക്കും. സപ്പോസ് ഡാറ്റ ഗ്യാദർ ചെയ്യാൻ വേണ്ടി 1 വീക്ക് ആയിരിക്കും, ഡാറ്റ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി 2 വീക്ക് ആയിരിക്കും. അങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പിനും ഇത്ര ടൈം അലോക്കേറ്റ് ചെയ്യും. അതാണ് ടൈം ലൈനിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്, നമുക്ക് ഫാസ്റ്റസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി റിസോഴ്സസിനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ആ ഒരു പെർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ റിസോഴ്സസ് റിക്വയർഡ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഡേറ്റ അത്യാവശ്യമാണ് അല്ലെ. സെക്കൻഡ് എന്ത് വേണം, നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് ടൂൾസിന്റെ ഒക്കെ ആവശ്യം ഉണ്ടാവും അല്ലെ. ഇപ്പൊ പൈത്തൺ ലാംഗ്വേജ് ഒക്കെ പോലത്തെ ലൈബ്രറീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടായിരിക്കും. സോ ടൂൾസ് ഉണ്ടാവും സെർട്ടൻ. പിന്നെ ചെയ്യണമെങ്കിൽ എന്തായാലും ടീം മെമ്പേഴ്സ് വേണ്ടേ, ടാസ്ക് ഡിവൈഡ് ചെയ്ത് ചെയ്യണമെങ്കിൽ. കുറച്ച് പേര് ഡാറ്റ പ്രിപ്പറേഷൻ ആണെങ്കിൽ കുറച്ചാൾ ഡേറ്റ ഗാദറിംഗ് ടീം ആയിരിക്കും. അങ്ങനെ സോൾവ് ചെയ്യാൻ വേണ്ടി ടീം മെമ്പേഴ്സ് വേണ്ടേ. അങ്ങനെ എന്തൊക്കെ റിക്വയർമെന്റ്സ് വേണം നമ്മുടെ ആ പെർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ, അതിന് റിസോഴ്സസ് എന്നാണ് പറയുന്നത്. ദെൻ മെഷർ ഓഫ് സക്സസ്, ഇവരെല്ലാവരും ഒത്തുചേർന്ന് ഒരു മോഡല് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ആക്യുറേറ്റ് ആണ് എന്നുള്ള അതിന്റെ സക്സസ് നമുക്ക് മെഷർ ചെയ്യണം. അതിന് കുറച്ച് മെട്രിക്സ്, അങ്ങനത്തെ ആക്യുറസി, അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ മോഡലിന്റെ സക്സസ് റേറ്റ് മെഷർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി അടുത്തത് എന്താണ്, ഡേറ്റ കളക്ഷൻ ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഗോൾ ഐഡന്റിഫിക്കേഷൻ പറഞ്ഞു. അടുത്ത പ്രോസസ് എന്താണ്, ഡേറ്റ കളക്ഷൻ. ഡേറ്റയെ കളക്ട് ചെയ്യണം അല്ലെ. വൺസ് ഗോളൊക്കെ ഐഡന്റിഫൈ ആയേ, ഡാറ്റ സയന്റിസ്റ്റ് ഫേസ് 2 സിറ്റുവേഷൻസ്. Adequate data exists internally or it doesn't, requiring external data collection. ഒന്നിക്കൽ നമ്മുടെ ഈ ഡേറ്റ കളക്ഷൻ പ്രോസസ്സിൽ 2 സ്റ്റെപ്പാണ് വരുന്നത്. ഒന്ന്, ഇൻബിൽട്ട് ആയിട്ട് നമ്മുടെ കയ്യിൽ ഇന്റേണൽ ആയിട്ട് ഡേറ്റ കിടക്കുന്നുണ്ടായിരിക്കും. രണ്ടാമത്തത്, നമുക്ക് എക്സ്റ്റേണലി ഡേറ്റ കളക്ട് ചെയ്യേണ്ടി വരുന്ന കേസ്. ഇങ്ങനെ 2 കേസ് ആയിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് തന്നെ റെപ്പോസിറ്ററി വരുന്നത് ഡേറ്റ ബേസസ് ആണ്. ഡേറ്റ ബേസിൽ യൂഷ്വലി ഉണ്ടാവുക അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും. റോ ഡേറ്റ, കുറേ മാസീവ് ആയിട്ടുള്ള ഡേറ്റ ഉണ്ടായിരിക്കും, അത് അൺപ്രോസസ്ഡ് ആണ്. പിന്നെന്താണ്, റോ ഡേറ്റ ആയിരിക്കും. അതിലെന്താണ്, മെസ്സി ആയിട്ടായിരിക്കും, മിസ്സിംഗ് വാല്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിൽ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അത് നമുക്ക് ഡെയിലി ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബാങ്കിങ് ട്രാൻസാക്ഷൻ, കസ്റ്റമേഴ്സിന്റെ ഡേറ്റ, അതൊക്കെ ആയിരിക്കും യൂഷ്വലി ഡേറ്റാ ബേസിൽ വരുന്നുണ്ടായിരിക്കാം. റിറ്റെയിൻസ് ഡാറ്റ എസെൻഷ്യൽ ഫോർ ആപ്ലിക്കേഷൻ ഓപ്പറേഷൻ, ഡെയിലി ഉണ്ടാവുന്ന ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട്. പ്രൈമറിലി ഇൻ ഇറ്റ്സ് റോ ആൻഡ് അൺപ്രോസസ്ഡ് സ്റ്റേറ്റ്. പ്രൈമറിലി അതെന്തായിരിക്കും, റോ ഡേറ്റ ആയിരിക്കും, പ്രോസസ്ഡ് ആയിരിക്കത്തില്ല. അടുത്ത ഡേറ്റ വെയർഹൗസിലോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് സോഴ്സിന് ഡേറ്റ കളക്ട് ചെയ്യും. എല്ലാത്തിനെയും കൂടി ഒരു സെൻട്രലൈസ്ഡ് റെപ്പോസിറ്ററി, ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടാവും. ഡേറ്റ അനാലിസിസിനും റിപ്പോർട്ടിങ്ങിനും വേണ്ടിയിട്ടാണ് യൂഷ്വലി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അഗ്രഗേറ്റ്സ് സ്ട്രക്ചേർഡ് ഡേറ്റ ഫ്രം സെവറൽ സോഴ്സസ് ഇൻ ടു എ സെൻട്രലൈസ്ഡ് റെപ്പോസിറ്ററി. പല സോഴ്സിൽ നിന്നും കളക്ട് ചെയ്യും. വെബ്സൈറ്റിൽ നിന്നായാലും ഡേറ്റാബേസിൽ നിന്ന് ആയിക്കഴിഞ്ഞാലും CSV ഫയൽ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ പല സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്തിട്ട് ഒരു മെയിൻ ആയിട്ടുള്ള ഒന്നിൽ എല്ലാം കൂടി സ്റ്റോർ ചെയ്ത് വെക്കും. ഡേറ്റ ലേക്സ് നോക്കുകയാണെങ്കിൽ അവിടെ ഹ്യൂജ് വോളിയം ഓഫ് ഡേറ്റ ഉണ്ടാവും. ബോത്ത് സ്ട്രക്ചേർഡും ഉണ്ടായിരിക്കും, അൺസ്ട്രക്ചേർഡും ഉണ്ടായിരിക്കും. ഓഡിയോ, വീഡിയോ, ഇമേജസ്, അങ്ങനെ പറഞ്ഞ എല്ലാം ഉണ്ടായിരിക്കും ഈ ഡേറ്റ ലേക്സിൽ. മാസീവ് റെപ്പോസിറ്ററി ദാറ്റ് റിറ്റെയിൻ സിഗ്നിഫിക്കന്റ് വോളിയം ഓഫ് ഡേറ്റ ഇൻ ഇറ്റ്സ് ഒറിജിനൽ ഫോമാറ്റ് ഇൻക്ലൂഡിങ് അൺസ്ട്രക്ചേർഡ്. സ്ട്രക്ചേർഡ് ആയിട്ടുള്ളത് ഉണ്ടായിരിക്കും, ന്യൂമറിക്കൽ വാല്യൂസ്, ടെക്സ്റ്റ് ഐറ്റംസ്, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ എന്താണ് അൺസ്ട്രക്ചേർഡ്, ഓഡിയോസ്, വീഡിയോസ്, ഇമേജസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി ഡേറ്റ മാർട്ടിലോട്ടേക്ക് വരികയാണെങ്കിൽ അവിടെ എന്താണ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫിൽറ്റേർഡ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. റോ ഡേറ്റ ആയിരിക്കത്തില്ല, വൃത്തിയിൽ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയ ഡേറ്റ ആയിരിക്കും. അതിന്റെ കൂടെ തന്നെ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ അപ്ലൈ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഡേറ്റയെ മാത്രമായിരിക്കും കാണിക്കുന്നുണ്ട്. ഇപ്പൊ സെയിൽസ് ഡേറ്റ മാർട്ടും ഫിനാൻസ് ഡേറ്റ മാർട്ടൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. ആവശ്യമുള്ളത് മാത്രം ഷോ ചെയ്യുന്നുണ്ടാവും. റിറ്റെയിൻസ് പ്രോസസ്ഡ് വാലിഡേറ്റഡ് ഡേറ്റ ഓഫൺ യൂട്ടിലൈസ്ഡ് ഫോർ സ്പെസിഫിക് റിപ്പോർട്ടിംഗ് ആൻഡ് അനലിറ്റിക്കൽ പർപ്പസസ്. ഇത്രയും സ്ഥലത്തു നിന്നാണ് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക റെപ്പോസിറ്ററി എന്ന് പറയുന്നത്.
അടുത്തത് ഡേറ്റ പ്രിപ്പറേഷൻ. നമ്മൾ അങ്ങനെ ഡേറ്റ കളക്ട് ചെയ്ത് ഇന്ന സ്ഥലത്ത് നിന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്തു, അത് റോ ഡേറ്റ ആയിരിക്കും, അതിനെ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. വൺസ് നമ്മുടെ ഗോള് ഡിഫൈൻ ആയി, നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തു, ഇനി കളക്ട് ചെയ്ത ഡേറ്റയെ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് എന്താണ്? ഡേറ്റ ക്ലീനിങ് ആണ്. ആ കളക്ട് ചെയ്ത റോ ഡേറ്റ എന്തായിരിക്കും? മെസ്സി ആയിരിക്കും അല്ലെ. അതിലെന്താണ്? മിസ്സിംഗ് വാല്യൂസ് ഉണ്ടായിരിക്കാം, എറേഴ്സ് ഉണ്ടായിരിക്കാം, ഇനി അതല്ല എന്താണ്, ഡ്യൂപ്ലിക്കേറ്റ്സ് വാല്യൂസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം? അതിനെയൊക്കെ റിമൂവ് ചെയ്യണം. റിമൂവിങ് എറേഴ്സ്, ഇൻകൺസിസ്റ്റൻസീസ് ആൻഡ് ഔട്ട്ലെയേഴ്സ്. ഔട്ട്ലെയേഴ്സ് എന്ന് വെച്ചാൽ ഒറ്റയാനൊക്കെ ആയിട്ട് കിടക്കുന്ന സാധനം ഉണ്ടാവും അല്ലെ, എല്ലാത്തിന്റെ ടൈപ്പിൽ നിന്ന് മാറിയിട്ടൊക്കെ നിൽക്കുന്ന. മിസ്സിംഗ് വാല്യൂസ് ഹാൻഡിൽഡ് വിയ ഡേറ്റ ഇംപ്യൂട്ടേഷൻ. എന്താ മീൻ ചെയ്യുന്നത്? ഇപ്പൊ സപ്പോസ് നമ്മുടെ സ്റ്റുഡന്റിന്റെ ഏജ് ഒക്കെ ആണെന്ന് വിചാരിക്കാം, അല്ലെ മാർക്കാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആവറേജ്, മാർക്കിന്റെ ആവറേജ് എടുത്തിട്ട് ആ മിസ്സായിട്ടുള്ള സ്ഥലത്തൊക്കെ ആ ആവറേജ് കൊണ്ടുപോയിട്ട് വെക്കും. അതാണ് ഡേറ്റ ഇംപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മീന് വെച്ചിട്ടൊക്കെ റീപ്ലേസ് ചെയ്യുന്നത്. റീപ്ലേസിംഗ് മിസ്സിംഗ് വാല്യൂസ് വിത്ത് എസ്റ്റിമേറ്റഡ് വാല്യൂസ് ലൈക്ക് മീൻ, മീഡിയൻ ഓർ മാക്സ്. ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂ വെച്ചിട്ട് മിസ്സായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ റീപ്ലേസ് ചെയ്യും. അടുത്തത് ഡേറ്റ കമ്പൈനിങ് ആണ് പറയുന്നത്. മെർജിങ് ഡേറ്റ സെറ്റ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം മൾട്ടിപ്പിൾ ഡിസ്റ്റിങ് സോഴ്സസ്. അതായത് എന്താണ്? മൾട്ടിപ്പിൾ സ്ഥലത്ത് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. ഇതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ ആക്കിയിട്ട് മാറ്റും. എക്സാമ്പിൾ ഡേറ്റാ ബേസിൽ നിന്ന് ഉണ്ടായിരിക്കും, എക്സൽ ഷീറ്റിൽ ഉണ്ടായിരിക്കും, ടെക്സ്റ്റ് ആയിട്ടുള്ളത് ഉണ്ടായിരിക്കും, ഇൻടു യൂണിഫൈഡ് ടാബിൾസ്. ഇതിനെയൊക്കെ നമ്മൾ എന്താണ്? ഒരു കോമൺ ആയിട്ട് ഉള്ളതിലോട്ടേക്ക് മാറ്റും, ഒരു യൂണിഫൈഡ് ടാബിളിലോട്ടേക്ക് മാറ്റും. എല്ലാം കൂടി കമ്പൈൻ ചെയ്യുന്നതാണ്. അതിനെയാണ് ഡേറ്റ കമ്പൈനിങ് എന്ന് പറയുന്നത്. പ്രിപ്പറേഷനിൽ വരുന്നതാണ്. അടുത്തത് ഡേറ്റ ട്രാൻസ്ഫോമിംഗ് ആണ് പറയുന്നത്. ഡേറ്റ ട്രാൻസ്ഫോമിംഗിൽ എന്താ വരുന്നത്? ടേണിംഗ് റോ ഡേറ്റ ഇൻടു ഫോർമാറ്റ് കണ്ടക്റ്റീവ് ടു മോഡലിംഗ്, ഇൻക്ലൂഡ്സ് ഡേറ്റ റിഡക്ഷൻ, ഡേറ്റ ഡിസ്ക്രിറ്റൈസേഷൻ ആൻഡ് ഡേറ്റ നോർമലൈസേഷൻ. എന്താ ഡേറ്റ റിഡക്ഷൻ എന്ന് പറയുന്നത്? നമുക്ക് ഹ്യൂജ് വോളിയം ഓഫ് ഡേറ്റ ഉണ്ടായിരിക്കും അല്ലെ, അതിൽ നിന്ന് നമ്മൾ അൺനെസസറി ആയിട്ടുള്ള ഡേറ്റ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. നമ്മുടെ പ്രിഡിക്ഷനിൽ അല്ലെ റിസൾട്ടിൽ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാത്തതിനെ, അൺനെസസറി ആയിട്ടുള്ളതിനെ നമ്മൾ അങ്ങ് ഒഴിവാക്കും. അതാണ് ഡേറ്റ റിഡക്ഷൻ. ഡേറ്റ ഡിസ്ക്രിറ്റൈസേഷൻ ഉണ്ട്, ഡേറ്റ നോർമലൈസേഷൻ ഉണ്ട്. ഡാറ്റ ഡിസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കണ്ടിന്യൂസ് ന്യൂമറിക്കൽ വാല്യൂസ് ഉണ്ടായിരിക്കും, അതിനെയൊക്കെ നമ്മൾ കാറ്റഗറിക്കൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഏജ് എടുക്കുക. ഏജ് എന്താണ്? ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ് അല്ലെ. അതിനെ നമ്മൾ നേരെ എന്ത് ചെയ്യും? കാറ്റഗറിയിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യും. ലൈക്ക് യങ്, പിന്നെന്താണ് മിഡിൽ, ഓൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൂന്നായിട്ട് അങ്ങ് കൺവേർട്ട് ചെയ്യും. ഏജിനെ ഒരു ന്യൂമറിക്കൽ വാല്യൂവിനെ 3 കാറ്റഗറിക്കൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി ഡേറ്റ നോർമലൈസേഷൻ ആണ് പറയുന്നത്. ഡേറ്റ നോർമലൈസേഷൻ നമുക്കറിയാം, ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് കിടക്കുന്ന വാല്യൂസിന്, ഫോർ എക്സാമ്പിൾ ഏജ്, ഇൻകം ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് കിടക്കുന്നതാണ്. അതിനെ എന്ത് ചെയ്യും? ഒരു കോമൺ ആയിട്ടുള്ള ലോവർ സ്കെയിലിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യും. ആ ഒരു പ്രോസസ്സാണ് ഡേറ്റ നോർമലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഡേറ്റ നോർമലൈസേഷൻ ഫോർമുലാസ് ആണ്. ഡേറ്റയെ എങ്ങനെ നോർമലൈസ് ചെയ്യാം? കുറച്ച് മാത്തമാറ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാം. നോർമലൈസേഷൻ കൺവേർട്സ് ഓൾ ഡേറ്റ വേരിയബിൾസ് ഇൻ ടു എ ഗിവൺ റേഞ്ച് ഓഫ് സ്റ്റാൻഡർഡൈസ്ഡ് ഇൻപുട്ട് ഫോർ മോഡലിംഗ്. അതിൽ ഫസ്റ്റ് വൺ ആണ് മിൻമാക്സ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഈ മിൻമാക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സെറ്റ് ഓഫ് ഡേറ്റ തന്നിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിലുള്ള ഡേറ്റ 10, 20, 30, 40, 50 ആണെന്ന് വിചാരിക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കണം. ആരാ മിനിമം? 10 ആണല്ലേ മിനിമം. അങ്ങനെ മിനിമം കണ്ടുപിടിച്ചു, 10 കിട്ടി. മാക്സിമം വാല്യൂ ആരാണ്? 50 ആണല്ലേ. അങ്ങനെ മിനിമവും മാക്സിമവും കിട്ടി. പിന്നെ എന്താണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്? ഓരോ ഡേറ്റയുടെയും ഫസ്റ്റ് 10 എടുക്കുക. 10, 20, 30, 40, 50 ഫസ്റ്റ് 10 അല്ലേ. 10 മൈനസ് മിനിമം ആരാ? 10 തന്നെയാണ് അല്ലെ. 10 ഡിവൈഡഡ് ബൈ മാക്സിമം ആരാ? 50 മൈനസ് മിനിമം ആരാ? 10. അപ്പൊ 10 മൈനസ് 10 0 കിട്ടി അല്ലെ. ഡിവൈഡഡ് ബൈ എന്ത് വരും? 50 മൈനസ് 10 40. 0/40 എന്ന് പറഞ്ഞിട്ട് വരും, 0 തന്നെ വരും അല്ലെ റിസൾട്ട്. അപ്പൊ എന്താണ് നമ്മുടെ അങ്ങനെ ഓരോ എക്സിന്റെയും 20ന്റെയും കണ്ടുപിടിക്കുക, 30ന്റെയും കണ്ടുപിടിക്കുക, 40ന്റെയും കണ്ടുപിടിക്കുക, 15ന്റെയും കണ്ടുപിടിക്കുക, അങ്ങനെ ഓരോന്നിന്റെയും കണ്ടുപിടിക്കുക. അപ്പൊ മിനിമം ആയിട്ടുള്ള 10ന് 0 കിട്ടും, മാക്സിമം ആയിട്ടുള്ള 50ക്ക് 1 കിട്ടും.
നോർമലൈസ്ഡ് വാല്യൂ. ഇൻ ബിറ്റ്വീൻ ആയിട്ട് ബാക്കി വരുന്നതിനൊക്കെ 0 സംതിങ് പറഞ്ഞിട്ടായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പൊ 0 to 1 ആണ് നമ്മുടെ നോർമലൈസ്ഡ് വാല്യൂ ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക. അടുത്തത് സെഡ് സ്കോർ നോർമലൈസേഷൻ ആണ്. സെഡ് സ്കോർ നോർമലൈസേഷനിൽ എന്താ ചെയ്യുന്നത്? നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് വേരിയൻസ് ആണ് അല്ലെ. എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇതേപോലെ തന്നെ 10, 20, 30, 40, 50 എന്ന് പറഞ്ഞ ഡേറ്റ തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എക്സ് ഡാഷ് എക്സ് മൈനസ് മീൻ ഓഫ് എക്സ്. ആദ്യം തന്നെ നമ്മൾ ആ തന്നിട്ടുള്ള എല്ലാ എക്സിന്റെയും മീൻ അവിടെ കണ്ടുപിടിച്ച് വെക്കുക. കിട്ടിയ മീന് കിട്ടി. അങ്ങനെ മീന് കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ എക്സിൽ നിന്നും ആ മീന് മൈനസ് ചെയ്യണം. ഫസ്റ്റ് 10 മൈനസ് 30, അപ്പൊ എന്താണ്? -20 വന്നു. 20 മൈനസ് 30 -10 വന്നു. 30 മൈനസ് 30 0 വന്നു. 40 മൈനസ് 30 10 വന്നു. 50 മൈനസ് 30 20 വന്നു. അങ്ങനെ ഓരോ എക്സിൽ നിന്നും മീന് മൈനസ് ചെയ്യുന്നു. അതിനെ നമ്മൾ എക്സ് മീൻ എന്നായിരിക്കും പറയുന്നുണ്ടാവാം. അതിനുശേഷം എന്താണ്? ഈ എക്സ് മീനിന്റെ ഒക്കെ എന്ത് ചെയ്യണം? നമുക്ക് എന്താണ്? സ്ക്വയർ കണ്ടുപിടിക്കണം. അതായത് ഫസ്റ്റ് എന്താണ്? -20. -20ന്റെ സ്ക്വയർ 400 അല്ലെ. അങ്ങനെ 10ന്റെ സ്ക്വയർ 100, 0ന്റെ സ്ക്വയർ 0, എഗെയിൻ എന്താണ്? 10ന്റെ സ്ക്വയർ 100, 20യുടെ സ്ക്വയർ 400. അങ്ങനെ നമ്മൾ സ്ക്വയർ കണ്ടുപിടിച്ചു. സ്ക്വയർ കണ്ടുപിടിച്ചതിന് ശേഷം ആ സ്ക്വയറിന്റെ ഒക്കെ മീന് നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 200 ആയിരിക്കും നമുക്ക് മീന് കിട്ടുന്നുണ്ടായിരിക്കുക. ആ മീനിന്റെ സ്ക്വയർ റൂട്ട്, ആ കിട്ടിയ മീനിനെ നമ്മൾ വേരിയൻസ് എന്ന് പറയും. അതിന്റെ സ്ക്വയർ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 14 പോയിന്റ് ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടി. ഇനി ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാലോ. എക്സ് 10 മൈനസ് മീൻ ഓഫ് എക്സ്. നമുക്ക് എക്സിന്റെ മീൻ 30 കിട്ടി. 10 മൈനസ് 30 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 14 പോയിന്റ് സംതിങ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഓരോ എക്സിന്റെയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നോർമലൈസ്ഡ് ഫോം കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ മീനിനെ സംബന്ധിച്ചിടത്തോളം മീൻ എന്തായിരുന്നു? 30 ആണ് അല്ലെ. അപ്പൊ 30 മൈനസ് 30 ഡിവൈഡഡ് ബൈ 14 പോയിന്റ് സംതിങ് ആണ്. 0 ഡിവൈഡ് ബൈ 14 പോയിന്റ് സംതിങ് ആ വരിക. അതെന്താണ്? 0 തന്നെയായിരിക്കും. അപ്പൊ നമ്മുടെ മീനിന്റെ നോർമലൈസ്ഡ് ഫോം എപ്പോഴും 0 ആയിരിക്കും. മീനിനേക്കാൾ ചെറിയ വാല്യൂ 20, 10ൻ്റെത് 0നേക്കാൾ ചെറിയ വാല്യൂ വരും. ദെൻ എന്താണ്? മീനിനേക്കാൾ വലിയ വാല്യൂസ് ആയിട്ടുള്ള എന്താണ് 40, 50ക്ക് 0നേക്കാൾ വലിയ വാല്യൂ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. മീൻ എപ്പോഴും 0യിലായിരിക്കും കിടക്കുക. മീൻ മാക്സ് നോർമലൈസേഷൻ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മതി. നമ്മുടെ വാല്യൂസ് 200 to 800 വരെയാണ് ഉള്ളത്. റാൻഡം ആയിട്ട് ഒരു എക്സ് 300 എന്ന് പറഞ്ഞ ഒരു എക്സ് ഒറ്റ ഒന്നിന്റെ മാത്രമാണ് പറയുന്നത്. എക്സ് 300 ആണ്. എക്സ് മീൻ 200 to 800 മിനിമം വാല്യൂ ആരാണ്? 200 ആണ് അല്ലെ. മാക്സിമം വാല്യൂ ആരാണ്? 800 ആണ്. അതിനുശേഷം നമുക്ക് ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്തൂടെ? എന്താ ഫോർമുല? എക്സ് മൈനസ് എക്സ് മീൻ, അതായത് 300 മൈനസ് മിനിമം ആരാണ്? 200 ഡിവൈഡഡ് ബൈ എന്താണ്? എക്സ് മാക്സ് മൈനസ് എക്സ് മിൻ, അതായത് 800 മൈനസ് 200. 300 മൈനസ് 200 100 ഡിവൈഡ് ബൈ 800 മൈനസ് 200 600 ചെയ്ത് കഴിഞ്ഞ് 0.17. അതാണ് പറഞ്ഞത് മിൻ മാക്സ് നോർമലൈസേഷൻ എപ്പോഴും 0ന്റെയും 1ന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും നമുക്ക് വാല്യൂ കിട്ടുക. ഏറ്റവും മിനിമത്തിന് ഇതിനെ സംബന്ധിച്ചിടത്തോളം 200ന് നമുക്ക് കിട്ടുക 0ഉം 800ന് നമുക്ക് കിട്ടുക 1ഉം ആണ്. അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്നതൊക്കെ 0 സംതിങ് പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇനി എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ് ആണ് പറയുന്നത്. എക്സാമിൻ ആൻഡ് വിഷ്വലൈസ് ഡേറ്റ സെറ്റ് ടു അൺകവർ പാറ്റേൺസ്, സ്പോട്ട് അനോമലീസ്, ടെസ്റ്റ് ഹൈപ്പോത്തസിസ് ആൻഡ് ചെക്ക് അസംഷൻസ്. അതായത് നമുക്ക് വൺസ് ഡേറ്റ കിട്ടി, പ്രിപ്പയർ ചെയ്ത ഡേറ്റ കിട്ടി, ആ ഡേറ്റയിലുള്ള പാറ്റേൺസ്, അസോസിയേഷൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ആ ഡേറ്റയെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യാണ്. അങ്ങനെ വൺസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒന്നിക്കൽ സ്കാറ്റർ പ്ലോട്ട് വെച്ച് കാണിക്കാം. അതായത് 2 വേരിയബിൾസിനെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും കൊടുത്ത് സിംപ്ലി ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന പോലെ നമുക്ക് പ്ലോട്ട് ചെയ്യാം. സ്കാറ്റർ പ്ലോട്ട് റിവീൽസ് റിലേഷൻഷിപ്പ് ആൻഡ് ട്രെൻഡ്സ്. എക്സാമ്പിൾ സെയിൽസ് അക്രോസ് ഡിഫറെന്റ് മന്ത്സ്. ഓരോ മന്തും വേണമെങ്കിൽ നമുക്ക് എക്സ് ആക്സിസിൽ കൊടുക്കാം, സെയിൽസിന്റെ റേറ്റ് നമുക്ക് വൈ ആക്സിസിൽ കൊടുക്കാം. അപ്പൊ ഇന്നേ മന്തിൽ എത്ര സെയിൽസ് കിട്ടിയെന്ന് നമുക്ക് എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം. അതാണ് സ്കാറ്റർ പ്ലോട്ട് എന്ന് പറയുന്നത്. ഓരോ ഡേറ്റ പോയിന്റും ഓരോ സ്കാറ്റർ ആയിട്ടായിരിക്കും നമ്മൾ കാണിക്കുന്നുണ്ടായിരിക്കണം. കുഞ്ഞു കുഞ്ഞു ഹോളായിട്ട് കാണിക്കും.
അടുത്തത് ഹിസ്റ്റോഗ്രാം ആണ്. ഹിസ്റ്റോഗ്രാം എന്താണ്? ഫ്രീക്വൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ബാർ ചാർട്ട് മാതിരി വരക്കുന്നതിനെയാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഷോസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡേറ്റ വേരിയബിൾസ്. ബോക്സ് പ്ലോട്ട് എന്താ ചെയ്യുന്നത്? ഡിഫറെന്റ് ക്വാർട്ടേഴ്സിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. Q1 Q2 Q3 എന്ന് പറഞ്ഞിട്ട് മിനിമവും മാക്സിമവും ഉണ്ടാവും. Q1 ഡേറ്റയുടെ 25% ആണെങ്കിൽ Q2 50%, അതായത് മീഡിയൻ എത്തും. Q3 വരുമ്പോഴേലും 75% റെപ്രസെന്റ് ചെയ്യും. ലാസ്റ്റ് എന്താണ്? മാക്സിമം വാല്യൂ ആയിരിക്കും വരുന്നുണ്ടാവുക. നോക്കാം സ്കാറ്റർ പ്ലോട്ടിന്റെ എക്സാമ്പിൾ. സ്റ്റഡി ഹവേഴ്സ് കൊടുത്തിട്ടുണ്ട്, മാർക്സും കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി ഹവേഴ്സ് എക്സ് ആക്സിസ് ആണ്, മാർക്സ് വൈ ആക്സിസിലാണ്. 1 ഹവർ സ്റ്റഡി ചെയ്താൽ 40 മാർക്സ്, 2 ഹവർ ആണെങ്കിൽ 50, 3 ഹവർ ആണെങ്കിൽ 60, 4 ഹവർ ആണെങ്കിൽ 70, 5 ഹവർ ആണെങ്കിൽ 80. ഇതാണ് ഡേറ്റ പോയിന്റ്സ് എന്ന് പറയുന്നത്. നോക്കിയാൽ മതി. 140, 250, 360, 470, 580. അതിനെ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള ഓരോ പോയിന്റ് എന്താണ്? ഓരോ ഡേറ്റ പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഇത് 140ക്ക്, ഇത് 250ക്ക്, ഇത് 360ക്ക്, ഇത് 470ക്ക്, ഇത് 580ക്ക്. കണ്ടോ? ഇതാണ് സ്കാറ്റർ പ്ലോട്ട്. സിമ്പിൾ ആയിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നതിനെയാണ് സ്കാറ്റർ പ്ലോട്ട് എന്ന് പറയുന്നത്. അടുത്തത് ഹിസ്റ്റോഗ്രാമിലോട്ടേക്ക് വരുമ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഡേറ്റ. 10, 20, 25, 30, 35, 40, 45, 50 എന്ന് പറഞ്ഞിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇതെന്താണ്? ഒരു അൺസ്ട്രക്ചേർഡ് ആണ് അല്ലെ. 10 കഴിഞ്ഞ് നേരെ 20 ആണ്, പിന്നെ 25 ആണ്, പിന്നെ 30 ആണ്. ഇവിടെ ഇങ്ങോട്ട് ഓർഡർ ഉണ്ടെങ്കിലും ഇവിടെ എന്താണ്? ഒരു ഓർഡർ ഇല്ലാതെയാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്താണ്? ഡിഫറെന്റ് റേഞ്ച് ആയിട്ട്, അതായത് ഈക്വൽ വരുന്ന റേഞ്ച് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. വി ഡിവൈഡ് ഇൻ ടു ഈക്വൽ റേഞ്ചസ്. 10, 20 കൊടുത്തു, 20, 30 കൊടുത്തു, 30, 40 കൊടുത്തു, 40, 50. അങ്ങനെ നമ്മൾ 4 റേഞ്ച് ആയിട്ട് ഈ ഡേറ്റയെ ഡിവൈഡ് ചെയ്തു. അതിനുശേഷം എന്താണ്? കൗണ്ട്, ഫ്രീക്വൻസി കൗണ്ട് ചെയ്യാണ്. 10, 20 എടുത്തു കഴിഞ്ഞാൽ അവിടെ 10ഉം 20 ആണ് വരുന്നത്. വാല്യൂസ് 10, 20, ഫ്രീക്വൻസി 2, 10ഉം 20 അല്ലെ. അടുത്തത് 20 to 30 എടുത്തു കഴിഞ്ഞാൽ 25ഉം 30ഉം ആണ് വരുന്നത് അല്ലെ. അവിടെയും അഗെയിൻ 2 വാല്യൂസ്. ദെൻ 30 to 40 എടുത്തു കഴിഞ്ഞാൽ അവിടെ 35ഉം 40ഉം ആണ് വരുന്നത്. അഗെയിൻ 2 വാല്യൂസ്. ദെൻ 40 to 50 എടുത്താൽ അവിടെ 45ഉം 50 ആണ് വരുന്നത്. അഗെയിൻ 2 വാല്യൂസ്. അപ്പൊ ഈ ഫ്രീക്വൻസിനെയാണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. കണ്ടോ? ഫ്രീക്വൻസി ഇവിടെ വാല്യൂ റേഞ്ചും ഫ്രീക്വൻസിയും കൊടുത്തു. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഹിസ്റ്റോഗ്രാം പ്ലോട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അടുത്തത് ബോക്സ് പ്ലോട്ടിലോട്ടേക്കാണ് പോകുന്നത്. ഡേറ്റ തന്നിട്ടുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ആദ്യം തന്നെ മിനിമം വാല്യൂ 10 കണ്ടുപിടിച്ചു. നമ്മുടെ ഫസ്റ്റ് ക്വാർട്ടറിൽ Q1 ഡേറ്റയുടെ 25% ആണ് കൊടുക്കുന്നുണ്ടാവുക. സോ 22.5 കിട്ടി. ഇത്രയും ഡേറ്റയുടെ 25%. അടുത്തത് എന്താണ്? Q2 വരുമ്പോഴേലും മീഡിയൻ 50%. മിഡിൽ എന്താണ്? ഇതിന്റെ 32.5 ആണ്. കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും. മീഡിയൻ 50% Q2 കൊടുത്തു. Q3 എന്താ വരിക? 75% ഡാറ്റ കൊടുക്കണം. അതാണ് 42.5 ഇവിടെയായിട്ട് വരുന്നുണ്ടായിരിക്കും. ലാസ്റ്റ് മാക്സിമം ആരാണ്? 50. അങ്ങനെ Q1, Q2, Q3 നമ്മൾ ക്വാർട്ടേഴ്സിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക. Q1 25%, Q2 50% മീഡിയൻ, ദെൻ എന്താണ്? Q3 75%. ഈ Q1, Q2, Q3 ആണ് ഈ ബോക്സിൽ വരുന്നുണ്ടായിരിക്കുക. മീഡിയൻ നമ്മൾ ലൈനിനെ കൊണ്ടാ സൂചിപ്പിക്കാൻ. നോക്കിയാൽ മതി. ബോക്സ് ഈസ് ഈക്വൽ ടു Q1 to Q3. ലൈൻ ഇൻസൈഡ് മീഡിയൻ. ഇതിന്റെ ഉള്ളിൽ കൊടുക്കുന്ന ഈ ലൈനിനെ മീഡിയൻ എന്ന് പറയും. മിനിമവും മാക്സിമവും ഔട്ട്സൈഡ് ആണ്. ഇത് മിനിമം, ഇത് മാക്സിമം. ബാക്കി വരുന്ന ഡേറ്റയൊക്കെ ഈ ബോക്സിന്റെ ഉള്ളിൽ Q1, Q2, Q3 ഉള്ളിൽ വരുന്നത് ഈ ബോക്സ് കൊടുക്കും. മീഡിയൻ നമ്മൾ ഈ ലൈന് കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഇതാണ് ബോക്സ് പ്ലോട്ട് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ബിൽഡ് മോഡൽസ് ആണ്. ഗോൾ ഐഡന്റിഫൈ ചെയ്തു, ഡേറ്റ ഗ്യാദർ ചെയ്തു, കളക്ട് ചെയ്തു, ഡേറ്റനെ പ്രിപ്പയർ ചെയ്തു. ദെൻ എന്താണ്? എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ്, അതിനെ വിഷ്വലി റെപ്രസെന്റ് ചെയ്തു. അടുത്തത് ഡേറ്റ മോഡലാണ്. മോഡലിനെ നമ്മൾ ബിൽഡ് ചെയ്യണം. Models are built to make predictions or classifications based on data heavily relying on statistics, data mining and machine learning. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ്, ഡേറ്റ മൈനിങ്, മെഷീൻ ലേണിങ്ങിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഏത് മോഡലാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കണം ക്ലാസിഫിക്കേഷൻ ആണോ റിഗ്രഷൻ ആണോ നടക്കുന്നത് എന്നുള്ളത്. അതിനനുസരിച്ചിട്ടായിരിക്കും മോഡൽ ചൂസ് ചെയ്യുക. ഫീച്ചർ സെലക്ഷൻ. സ്റ്റെപ്പ് 1 എന്താണ്? ഫീച്ചർ സെലക്ഷൻ ആണ്. ഐഡന്റിഫൈങ് ഫീച്ചേഴ്സ് ദാറ്റ് സിഗ്നിഫിക്കന്റ്ലി കോൺട്രിബ്യൂട്ട് ടു ദ ഔട്ട്കം. അതായത് നമ്മളിപ്പോൾ ഒരു ഹ്യൂജ് വോളിയം ഓഫ് ഡേറ്റ കളക്ട് ചെയ്തു അല്ലെ, അതിൽ നിന്ന്
നമ്മുടെ ഔട്ട്പുട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്താണോ അത് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, സ്റ്റുഡൻറ്റിന്റെ മാർക്കാണ് നമ്മുടെ ഔട്ട്കം. അപ്പൊ അതിൽ നമ്മൾ ഏതൊക്കെ ഫീച്ചർ എടുക്കേണ്ടി വരും? സ്റ്റുഡൻറ്റിന്റെ സ്റ്റഡി ഹവേഴ്സ് വേണ്ടി വരുമായിരിക്കും അല്ലെ? പിന്നെന്താണ്, അവരുടെ പ്രീവിയസ് മാർക്ക് നമുക്ക് വേണ്ടി വരുമായിരിക്കും. സ്റ്റുഡൻറ്റിന്റെ ID കാർഡ് ഏതെങ്കിലും രീതിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ സ്റ്റുഡൻറ്റിന്റെ മാർക്കിലോട്ടേക്ക്? ഇല്ല അല്ലെ? അങ്ങനെ നമുക്ക് വേണ്ടുന്നത് ഏതാണോ അത് മാത്രം സെലക്ട് ചെയ്തെടുക്കുന്നതാണ് ഫീച്ചർ സെലക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് മോഡൽ സെലക്ഷൻ. അങ്ങനെ ഫീച്ചേഴ്സ് ഒക്കെ ആയി ഇനി മോഡലിനെ നമുക്ക് സെലക്ട് ചെയ്യണം. ചൂസിംഗ് ബിറ്റ്വീൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ് എക്സ്പ്ലെയിൻ റിലേഷൻഷിപ്പ് ആൻഡ് മെഷീൻ ലേണിംഗ് മോഡൽസ് ആക്യുറേറ്റ് പ്രഡിക്ഷൻ. ജസ്റ്റ് മീൻ മീഡിയൻ മോഡ് അതൊക്കെ കാണുന്നെങ്കിൽ നമ്മൾ എന്തായിരിക്കും, സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള മോഡലായിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവും. ഇനി അതല്ല ഫ്യൂച്ചർ പ്രഡിക്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ മെഷീൻ ലേണിംഗ് മോഡലായിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവും. അതിപ്പോൾ റീഗ്രഷൻ ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ മോഡൽ ചൂസ് ചെയ്യും. ഒരു കാറ്റഗറിക്കൽ മീൻസ് കണ്ടിന്യൂസ് ന്യൂമറിക്കൽ വാല്യൂ ആണ് പ്രഡിക്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ റിഗ്രഷൻ മോഡലായിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവും. അടുത്തത് മോഡൽ എക്സിക്യൂഷൻ. വൺസ് എന്താണ് മോഡൽ സെലക്ട് ആയി അതിനുശേഷം എന്ത് ചെയ്യണം, മോഡലിനെ ട്രെയിൻ ചെയ്തെടുപ്പിക്കണം അല്ലെ? കോഡിംഗ് ദ മോഡൽ യൂസിങ് പൈത്തൺ ലൈബ്രറീസ് ആൻഡ് സൈക്കിറ്റ് ലേൺ. നമ്മുടെ ഡിസിഷൻ ട്രീസ് പോലത്തെ സാധനങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സൈക്കിറ്റ് ലേൺ പോലത്തെ ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യണം. പൈത്തൺ യൂസ് ചെയ്തിട്ടാണ് മെഷീൻ ലേണിംഗ് ചെയ്യാന്ന് നമുക്കറിയാം. അങ്ങനെ നമ്മൾ എന്താണ് ആ മോഡലിനെ ഡേറ്റ കൊടുത്ത് 70% ഡാറ്റ കൊടുത്ത് ട്രെയിൻ ചെയ്യിപ്പിച്ചു. അതിനുശേഷം എന്താണ് മോഡൽ ടെസ്റ്റിംഗ്. ആ മോഡൽ കറക്റ്റ് ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യണ്ടേ? നമ്മുടെ ഡേറ്റയിൽ ബാക്കി 30% ഡാറ്റ ഇട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ മോഡലിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റിംഗ് പെർഫോമൻസ്, ആക്യുറസി, MSE, മീൻ സ്ക്വയർഡ് എറർ, R മെട്രിക്സ്, ഇതൊക്കെ വെച്ചിട്ട് ഇതിന്റെയൊക്കെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ മോഡൽ കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഫോൾട്ട് ആണോ എന്ന് പറയുന്നത്. ആക്യുറസി ഒക്കെ 90 എബോ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മോഡൽ ആയിരിക്കും. സർട്ടൈൻ മാത്തമാറ്റിക്കൽ ഫോർമുലാസ് യൂസ് ചെയ്തിട്ടാണ് കാൽക്കുലേഷൻസ് നടക്കുന്നത്. ഇനി മെഷീൻ ലേണിംഗ് അൽഗരിതംസിലോട്ടേക്കാണ് വരുന്നത്. സൂപ്പർവൈസ്ഡ് ലേണിംഗ്. മെഷീൻ ലേണിംഗ് അൽഗരിതം മെയിൻ ആയിട്ട് വരുന്നതാണ് സൂപ്പർവൈസ്ഡ്, അൺസൂപ്പർവൈസ്ഡ്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും പ്രയോറിലി നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും മോഡലിന്. ഈ ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഇതാണെന്ന് പറഞ്ഞിട്ട് സെറ്റ് ഓഫ് ലാബൽഡ് ഡേറ്റ കൊടുത്ത് അതിൽ നിന്നാണ് മെഷീനെ ലേൺ ചെയ്തെടുപ്പിക്കുന്നുണ്ടാവും. employs labeled data set to train algorithms for prediction and pattern recognition. ഓൾറെഡി നമ്മൾ സെറ്റ് ഓഫ് ലാബിൾഡ് ബോത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് ഒരു സൂപ്പർവൈസറിന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ്, സ്റ്റുഡൻസിന് ടീച്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അവരിങ്ങനെ അതിന്റെ നോട്ട് ചെയ്ത് അതേ ക്വസ്റ്റ്യൻ എക്സാമിന് വരുമ്പോൾ അവരെന്താണ് അതേപോലെ എഴുതി വെക്കുന്നു. അങ്ങനെ ഒരു ടീച്ചറിന്റെ അണ്ടറിൽ സ്റ്റുഡൻസ് പഠിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. അവിടെ ടീച്ചർ ഒരു സൂപ്പർവൈസർ ആണ് അല്ലെ? ചിൽഡ്രൻ ലേണിംഗ് ഫ്രം പാരന്റ്സ്. പാരന്റ്സിന്റെ നോക്കിയിട്ട് ചിൽഡ്രൻ എന്താണ്, പാരന്റ്സ് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിക്ക് ചിൽഡ്രന് പഠിക്കുന്നു. എക്സാമ്പിൾ ലീനിയർ റീഗ്രഷൻ, റാൻഡം ഫോറസ്റ്റ്, ഇനി ഒരുപാട് ഡിസിഷൻ ട്രീ ഒക്കെ ഉണ്ട് സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ വരുന്നതാണ് എക്സാമ്പിൾ. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേണിംഗ് ഫ്രം അൺലേബിൾഡ് ഡേറ്റ. നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല. ആ ഒരു ഡേറ്റയിൽ നിന്ന് പാറ്റേൺസും അസോസിയേഷനും ഒക്കെ സിസ്റ്റം തന്നെ എന്ത് ചെയ്യും, ഐഡന്റിഫൈ ചെയ്തെടുക്കും. ഫോർ എക്സാമ്പിൾ എന്താണ്, നമ്മുടെ മാർക്കറ്റ് ബാസ്ക്കറ്റ് അനാലിസിസ് ഒക്കെ അല്ലെ? കസ്റ്റമറിന്റെ ബിഹേവിയർ, പർച്ചേസ് ബിഹേവിയർ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രോഡക്റ്റ് എന്ത് ചെയ്യും, ഇപ്പൊ ബ്രെഡ് വാങ്ങുന്ന ആള് ബട്ടർ വാങ്ങാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ അസോസിയേഷൻ ഫൈൻഡ് ചെയ്തു കസ്റ്റമർ വാങ്ങുന്ന പ്രോഡക്റ്റുകൾ തമ്മിൽ. അങ്ങനെ അത് രണ്ടും എന്ത് ചെയ്യും, ഒന്നിച്ചു വെക്കാൻ തുടങ്ങും. അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. uses unlabeled data set, finds interaction and connections without a supervision. അങ്ങനെ ഒരു സൂപ്പർവിഷൻ ഒന്നും ഉണ്ടാവില്ല. അത് തന്നെ എന്താണ്, ഐഡന്റിഫൈ ചെയ്യും അസോസിയേഷൻസ്, എന്നിട്ട് പ്രഡിക്ഷനിലോട്ടേക്ക് വരും. ചിൽഡ്രൻ ലേണിംഗ് വിത്തൗട്ട് അഡൾട്ട് സൂപ്പർവിഷൻ. മുതിർന്നവരുടെ ഒരു സൂപ്പർവിഷൻ ഇല്ലാതെ എന്താണ് കുട്ടികൾ സ്വയമേതാ പഠിക്കുന്ന ഒരു പ്രോസസ്സ്. എക്സാമ്പിൾ കെ മീൻസ് ക്ലസ്റ്ററിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലസ്റ്ററിംഗ്. ഒരു ഗ്രൂപ്പാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സാണ് ക്ലസ്റ്ററിംഗ് പറയുന്നത്. KNN, കെ നിയറസ്റ്റ് നെയ്ബർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് അൽഗരിതമാണ്.
അടുത്തത് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആണ്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ് ചൂസ് ചെയ്യുന്നുണ്ടാവുക. അതായത് എന്തെങ്കിലും നമ്മൾ ചെയ്ത് നമുക്ക് തെറ്റ് പറ്റിയാൽ അവിടെ പണിഷ്മെന്റ് പെനാൽറ്റി കൊടുക്കുന്നുണ്ടായിരിക്കും. നല്ല കാര്യം ചെയ്തെങ്കിൽ റിവാർഡും കൊടുക്കുന്നുണ്ടായിരിക്കും. സിസ്റ്റം ലേൺസ് ഫ്രം ഇറ്റ്സ് മിസ്റ്റേക്ക് ആൻഡ് ഇംപ്രൂവ്സ് ഓവർ ടൈം യൂസിങ് ഡൈനാമിക് ഡേറ്റ സെറ്റ്. അതിന്റെ തെറ്റിൽ നിന്ന് അത് തന്നെ സ്വയമേതാ പഠിച്ച് ശരിയാവുന്ന ആ ഒരു പ്രോസസ്സാണ്. ചിൽഡ്രൻ ലേണിംഗ് ഫ്രം ദെയർ എറേഴ്സ്. അതായത് എന്താണ്, കുട്ടികൾ ഒന്ന് രണ്ട് പ്രാവശ്യം എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ, തീയിൽ കൊണ്ടുപോയിട്ട് കൈ വെച്ചു, പൊള്ളി. ഫസ്റ്റ് ടൈം പൊള്ളി, ഒന്നും മനസ്സിലായില്ല. സെക്കൻഡ് ടൈം എഗെയിൻ കൊണ്ടുപോയിട്ട് വെച്ചു, പിന്നെയും പൊള്ളി. അപ്പൊ എന്തായി, മനസ്സിലായി കുട്ടിക്ക് അത് അവിടെ തൊട്ടാൽ പൊള്ളും. അങ്ങനെ അവർ അവരുടെ മിസ്റ്റേക്കിൽ നിന്ന് പഠിച്ചു. പിന്നെ കൊണ്ടുപോയിട്ട് തീയിൽ വെക്കോ? ഇല്ല. അങ്ങനെ സ്വന്തം മിസ്റ്റേക്കിൽ നിന്ന് സിസ്റ്റം എന്തായിരിക്കും, പഠിച്ചു വരുന്ന ആ ഒരു പ്രോസസ്സാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ക്യൂ ലേണിംഗ് ആണ്. അടുത്തത് മോഡൽ ഡിപ്ലോയ്മെന്റ് ആൻഡ് പ്രസന്റേഷൻ ആണ്. അങ്ങനെ വൺസ് നമ്മുടെ മോഡൽ കറക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ തുടങ്ങി, എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ ദെൻ മോഡലിനെ എന്ത് ചെയ്യണം, ഡിപ്ലോയ് ചെയ്യണം. റിസൾട്ടിനെ നമുക്ക് പ്രസന്റ് ചെയ്യണം, റിപ്പോർട്ട് അല്ലെ. ഇന്റഗ്രേഷൻ, അതിൽ വരുന്ന ചാലഞ്ചേഴ്സ് ആണ് പറയുന്നത്. ലെഗസി ആർക്കിടെക്ചേഴ്സ്, അതായത് നമ്മുടെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മുന്നത്തെ ഓൾഡ് സിസ്റ്റംസും നമ്മുടെ പുതിയ AI സിസ്റ്റംസും രണ്ടും ഒന്നിച്ച് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കിയാൽ നടക്കൂല അല്ലെ. പുതിയ AI സിസ്റ്റം നമ്മുടെ ഓൾഡ് വേർഷനിൽ കോമ്പാക്റ്റബിൾ ആയിരിക്കൂല. അതാണ് ഒന്നാമത്തെ പ്രശ്നം വരിക. ഔട്ട്ഡേറ്റഡ് സിസ്റ്റം ലാക്കിംഗ് മോഡേൺ കോമ്പാക്റ്റബിലിറ്റി. അടുത്തത് ഡേറ്റ ഫോർമാറ്റ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ആയിരിക്കും ഗ്യാദർ ചെയ്തെങ്കിൽ അതിനെ ഒന്നിച്ചു മാറ്റുക എന്ന് പറയുന്നത് ഇടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. ഇൻകൺസിസ്റ്റന്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് നെയിമിംഗ് കൺവെൻഷൻസ്. സ്റ്റാൻഡേർഡൈസ്ഡ് ആർക്കിടെക്ചേഴ്സ്, നമ്മളൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ ഒന്ന് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആബ്സെൻസ് ഓഫ് അൺഡിഫൈൻഡ് സ്റ്റെപ്സ് കോസസ് ഇൻഎഫിഷ്യൻസീസ്. ഇൻഎഫിഷ്യന്റ് ആവാൻ ചാൻസ് വരും. നമുക്ക് തോന്നുന്നു അന്നേരം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. നമ്മളൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് ഒരു ബ്ലൂ പ്രിന്റ് ഫോളോ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. റെസിസ്റ്റൻസ് ടു ചേഞ്ച്, അതായത് റെലുക്റ്റൻസ് ഡ്യൂ ടു ഫിയർ ഓഫ് ജോബ് ഡിസ്പ്ലേസ്മെന്റ് ഓർ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് എന്താണ്, നമ്മുടെ കംഫർട്ട് സോണിൽ ഇരിക്കുക എന്ന് പറയുന്നില്ലേ, അതിൽ നിന്ന് ബ്രേക്ക് ആക്കി പുറത്തോട്ടേക്ക് വരാനുള്ള ടെൻഷൻ, വിശ്വാസം ഉണ്ടാവില്ല. പുതിയ പുതിയ ചേഞ്ചസിനെ വിശ്വസിക്കാനുള്ള ആ ഒരു എന്താ പറയാ തടസ്സം, അതിനെയാണ് റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് പറഞ്ഞാൽ. ചില സമയം മാറ്റങ്ങൾ നല്ലതിനായിരിക്കും, പക്ഷേങ്കിൽ അത് നമുക്കങ്ങ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് ഡേറ്റ ആൻഡ് ആർക്കിടെക്ചർ. എന്താണ്, ഒരു സ്റ്റാൻഡേർഡ്, ഒരു ബ്ലൂ പ്രിന്റ് ഫോളോ ചെയ്യുക. അടുത്തത് ഡെവലപ്മെന്റ് ഓഫ് API ഫോർ സെക്യൂർ ഡേറ്റ എക്സ്ചേഞ്ച്. APIs യൂസ് ചെയ്യുക. അതിലെന്താണ്, നമുക്ക് മോഡേൺ ആയിട്ടുള്ള AIs കാര്യങ്ങളിനെ യൂസ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കൊളാബറേഷൻ ബിറ്റ്വീൻ IT ആൻഡ് ഡേറ്റ സയൻസ് ടീം. IT-യും ഡേറ്റ സയൻസ് ടീമും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതിന്റെ ഗുണം എന്താണ്, IT ടീം ഇപ്പൊ വേണമെങ്കിൽ നമ്മുടെ ഡേറ്റാബേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ആ ഡേറ്റ ഫ്ലോ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഡേറ്റ സയൻസ് ടീമിന് ആ ഡേറ്റയെ എന്താണ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, മോഡൽ ബിൽഡ് ചെയ്ത് പ്രഡിക്ഷന് വേണ്ടിയിട്ട്. ഫേസ് വൈസ് ഇംപ്ലിമെന്റേഷൻ, അതായത് കറക്റ്റ് ആയിട്ട് എന്താണ് ഓരോ ലെവലിൽ ഇന്നേതാണ് നമ്മൾ ചെയ്യുക എന്ന് ഡിസൈഡ് ചെയ്ത് ആ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്യാം. അടുത്തത് യൂസർ ട്രെയിനിങ് ആൻഡ് ചേഞ്ച് മാനേജ്മെന്റ്. യൂസേഴ്സിനെ എന്താണ് ട്രെയിൻ ചെയ്തെടുപ്പിക്കുക. പുതിയ ചേഞ്ച് വരുമ്പോൾ അതിനെ എന്താണ് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്ത് എടുപ്പിക്കുക. ഇതാണ് ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. ഇനി ഒന്ന് ജസ്റ്റ് നമ്മൾ ഓടിച്ച് ഇതുവരെ പഠിച്ചൊന്ന് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഗോൾ ഐഡന്റിഫൈ ചെയ്തു, എന്താണ് ചെയ്യേണ്ടത്, എന്തിനാണ് ചെയ്യുന്നത്. ദെൻ ഡേറ്റ കളക്ഷൻ, അതിന് ആവശ്യമായിട്ടുള്ള ഡേറ്റയെ സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്തു. ഡേറ്റ പ്രിപ്പറേഷൻ, മെസ്സി ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും കിട്ടിയ, അതിനെ എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ക്ലീനിങ്, മിസ്സിംഗ് വാല്യൂസ് ഒക്കെ എന്താണ് മാറ്റിയിട്ട് ഡേറ്റയെ പ്രിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ്, വിഷ്വലൈസ് ചെയ്യുന്നു. പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്തു, അതിനെ വിഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ ബിൽഡ് മോഡൽസ്. മോഡലിനെ എന്താണ് മെഷീൻ ലേണിംഗ് മോഡലിനെ ബിൽഡ് ചെയ്തു. അതിനുശേഷം അതിന്റെ പ്രെഡിക്ഷൻ കറക്റ്റ് ആണോ നോക്കി ദെൻ എന്താണ് മോഡൽ ഡിപ്ലോയ്മെന്റ് ആൻഡ് പ്രസന്റേഷൻ. മോഡലിനെ ഡിപ്ലോയ് ചെയ്തു, റിപ്പോർട്ട് പ്രസന്റ് ചെയ്യുന്നു. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. ഡേറ്റ സയൻസിന്റെ ആ ലൈഫ് സൈക്കിൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഇതിൽ കുറച്ച് പോർഷൻസും കൂടി പറയാനുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും പറയുന്നുണ്ടാവുക. ഈ എടുത്ത പോർഷൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ബൈ.